ഹലോ ഫൺ ഫാലിമിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം പെരുന്താന്നിയിലാണ്. പെരുന്താന്നിയിലുള്ള ഗോപിക ചേച്ചിയുടെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. അവിടെ എന്താ പരിപാടി എന്നൊക്കെ ഉള്ളത് ഞാൻ വഴിയേ പറയാം. സോ ഫോളോ മീ. ഹലോ ഹായ് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗോപിക ചേച്ചി. അപ്പോൾ ഗോപിക ചേച്ചി നമുക്കൊരു മെയിൽ അയച്ചു, അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും കൂടെ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഗോപിക എന്താ ചെയ്യുന്നതെന്ന് പറയാം. എനിക്ക് ബിസിനസ്സാണ്. ഇഞ്ചക്കൽ ട്രിവാൻഡ്രത്ത് ഒരു സലോൺ നടത്തുകയാണ്. 8 വർഷമായി. 8 വർഷമായിട്ട് സലൂൺ ഫീൽഡിലാണ് നിൽക്കുന്നത് അല്ലേ? കണ്ടാലും അറിയാമല്ലേ എന്തൊക്കെ, അതായത് സലൂണിലെ എല്ലാ സർവീസസും ഗോപിക യൂസ് ചെയ്യാറുണ്ട്. അതാണോ ഇത്രയും സുന്ദരിയായിരിക്കുന്നത്? അതൊന്നുമല്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നാച്ചുറലായി ഞാൻ നാച്ചുറൽ ബ്യൂട്ടി ആണല്ലേ? ഓക്കെ. അപ്പോൾ ഗോപിക മെയിൽ അയച്ചതിന്റെ പിന്നിലൊരു ഉദ്ദേശമുണ്ട്. അപ്പൊ നമ്മുടെ മെയിൻ കഥാപാത്രം ഹസ്ബൻഡാണ്. ഹസ്ബൻഡ് എന്ത് ജസ്റ്റ് പുറത്ത് പോയേക്കാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റിലെത്തും. 5 മിനിറ്റിലെത്തും. അപ്പോൾ 5 മിനിറ്റ് അല്ലേ? അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ? സോ ഹസ്ബൻഡ് വരുന്നത് വരെ ഞങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം. ഓക്കെ. ഇല്ല, അത് പറയാം. ആദ്യം ഇത് കണക്ട് ഷോർട്ടായിട്ട് ഞാൻ പറയാം. നമ്മൾ സൂര്യ കോമഡിന്ന് വരുവാണ്. ഫൺ ഫാലിമി എന്ന നമ്മളുടെ ഷോയുടെ പേര്. ഗോപിക വിളിച്ചിട്ടാണ് ഞങ്ങൾ വന്നത്. ബാക്കി പറഞ്ഞ ഗോപിക. ഇപ്പൊ എനിക്കൊരു ആഗ്രഹം, സൂര്യചേട്ടനെ കൊണ്ട് ഫുഡ് കുക്ക് ചെയ്ത് കഴിക്കണം. യാത്രയൊക്കെ ഉള്ളല്ലേ, വെറുതെ എന്തെങ്കിലും ഹോസ്പിറ്റലാവുന്ന നമ്മള് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ പണിയിൽ ഹെൽപ്പ് ചെയ്യില്ല, ജസ്റ്റ് പറഞ്ഞു തരാം. എന്താണ് നമുക്ക് ഉണ്ടാക്കിപ്പിക്കേണ്ടത്? വല്ല പ്ലാൻ ഉണ്ട്? ഞാൻ ഫിഷ് മേടിച്ച്, പണി എന്ന് പറഞ്ഞപ്പോ തന്നെ വൺ സെറ്റ് ആയിട്ടിരിക്കും എല്ലാം പ്ലാൻ. എന്തൊക്കെ മേടിച്ചു? ഫിഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തന്തൂരി മതിയായിരിക്കുമല്ലോ അല്ലേ? തന്തൂരി പോരാ, ഫിഷ് ഫ്രൈ വേണം. ഫിഷ് ഫ്രൈ നോർമൽ, അതെ, നമ്മുടെ നാടൻ. അതെ, ഓയിൽ ഫ്രൈ ചെയ്തെടുക്കണം. അത് ഫിഷ് കട്ട് ചെയ്യണം. ഇനിഷ്യലി ഫിഷ് ക്ലീൻ ചെയ്യണം. വെള്ളം ചൂടാക്കാറില്ല. അതെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പണി കൊടുത്തത്. ഗ്യാസ് ഓൺ ചെയ്യാനെങ്കിലും അറിയായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നതിന് അറിയില്ല, സത്യമായിട്ട് അറിയില്ല. നമ്മളൊക്കെ ഉണ്ടാക്കുമ്പോ ഇന്ന് എത്ര പോരാ, അല്ലെങ്കിൽ ഇന്ന് സൂപ്പർ ആയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയും. അപ്പൊ ഇന്ന് നമുക്കത് കഴിച്ചിട്ട് അഭിപ്രായം പറയാമല്ലോ. അതായത് ഗ്യാസ് പോലും ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും അറിയാത്ത ആള്, വെള്ളം തിളപ്പിക്കാൻ അറിയാത്ത ആള് ഗോപിക ഫിഷ് ഫ്രൈ ഉണ്ടാക്കുമ്പോ കമന്റ്സ് പറയാറുണ്ട്. ഇല്ല, അങ്ങനെ കമന്റ്സ് കൊള്ളാം, ഉണ്ടാക്കുന്നത് നല്ലതായതുകൊണ്ട് അങ്ങനെ മോശം ഇതുവരെ മോശം പറഞ്ഞിട്ടുണ്ടോ? ഒട്ടും കുക്ക് ചെയ്യാൻ അറിയത്തില്ല എന്ന് പറഞ്ഞല്ലോ. സോ നമുക്കൊന്ന് ഹെൽപ്പ് ചെയ്യാം. ഗോപിക ഒന്ന് പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ആഡ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ. ഇഞ്ചിയും വെളുത്തുള്ളിയും കണ്ടാൽ തിരിച്ചറിയുമോ? അറിയാം. ഓക്കെ. അപ്പം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. ഫിഷ് ആദ്യം ഫ്രഷ് ആക്കിയിട്ട് പേസ്റ്റ് ഉണ്ടാക്കണം. ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട്ട് അത് പേസ്റ്റ് ഉണ്ടാക്കണം. ഓക്കെ. അതിനുശേഷം ഫിഷ് എടുത്തിട്ട് ഫിഷ് കട്ട് ചെയ്ത് നന്നായി കഴുകിയെടുക്കുക. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് നാരങ്ങ പിഴിയുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. കുറച്ച് സമയം ഇല്ല, അത് പറ്റത്തില്ല. നമുക്കൊരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഗോപിക്ക് ഇവിടെ തന്നെ ഇരിക്കണം. നമ്മൾ രണ്ടുമാണ് കിച്ചണിലേക്ക് പോകുന്നത്. ആൻഡ് ഇടയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഫുൾ ഡൗട്ട് ആയിരിക്കും അല്ലേ ഇനി? അത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെച്ചിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഓയിൽ ചൂടാക്കി അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ സൂര്യചേട്ടൻ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ആണ് ഗോപിക കഴിക്കാൻ പോകുന്നത്. റെഡി അല്ലേ? കഴിക്കാൻ പറ്റുമോ? അപ്പൊ നമുക്ക് കിച്ചണിലോട്ട് പോവാം. യെസ്, ബാ നടക്ക്. അപ്പൊ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഫിഷ് കട്ട് ചെയ്യണം. ഫിഷ് എടുക്കും. കരിമീനാന്ന് തോന്നുന്നു കേട്ടോ. അതിന്റെ കളർ കണ്ടിട്ട് പറഞ്ഞിരുന്നല്ലോ കരിമീനാന്നുള്ളത്. യെസ്, കരിമീനാണ്. എന്തോ ഈ മീന് ഇതിനകത്തിട്ട് കഴിയാ പോരാ, ചട്ടി എടുക്കണം. കരിമീൻ എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കണ്ടായോ? സോപ്പിട്ട് കഴുകും. സോപ്പിട്ടൊന്നും കഴുകാൻ പറ്റത്തില്ല. നല്ല വിലയുള്ള മീനൊക്കെ. വേറൊരു കാര്യം കൂടെ എനിക്ക് ടെൻഷൻ. ഞാനിത് ഉണ്ടാക്കിയിട്ട് എങ്ങാനും നന്നായി പോയാലേ വീണ്ടും ഉണ്ടാക്കേണ്ടി വരും.
അതെ വിരൽ കട്ട് ചെയ്യാണ്ട് നോക്കണം. ഈ എൻഡിന്ന് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്യണം. അയ്യോ അതിന് വേദനിക്കും. ഇവിടെ നിന്ന് പിടിക്കണം, കത്തി തിരിച്ചു പിടിക്കണം. ഞാൻ അവിടെ നിന്ന് വെള്ളം തെറിക്കുന്ന ഞാൻ പതുക്കെ അങ്ങോട്ട് പോരുന്നു. മീനെ വെള്ളം തെറിക്കുന്നില്ലേ ചെറുതായിട്ട്? സഹായിക്കരുത്. ഇത് ഇടയ്ക്കൂടെ ആള് വന്നു കേട്ടോ സഹായിക്കാനായിട്ട്. ചേട്ടാ സത്യത്തിൽ ഇത് ചെയ്യോ, ഇങ്ങനെ കട്ട് ചെയ്യോ? അങ്ങനെ കട്ട് ചെയ്യും, പക്ഷെ ഒരു സപ്പോർട്ട് വേണം. നമ്മ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് അവിടെ എൻഡിന്ന് ഇങ്ങനെ പിടിക്കും. ചെറുക്കനെ ഇങ്ങനെ കട്ട് ചെയ്താണ്. യെസ്, ആക്സോ ബ്ലേഡ് വല്ലതും വേണം. എല്ലായിടത്തും നാനാ ഭാഗത്തും ആൾക്കാർ വന്ന് സഹായിക്കാനായിട്ട്. സൂരജ് ചേട്ടാ അത് ഇവിടെ നിന്ന് പിടിക്കും. ഇവിടെ നിന്ന് ഒരു ചെറിയ ട്യൂട്ടോറിയൽ. ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും. മതി 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 മതി, ഒത്തിരി ചെയ്യല്ലേ? ഇല്ല, അങ്ങനെ പ്രസ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തു. ഇത് പിന്നെ നിനക്ക് തന്നെ ആയിക്കൂടായിരുന്നു. തെറിച്ചു പോയി, തെറിച്ചു പോയി. ഇത് കംപ്ലീറ്റ് പോർഷൻ ഇളകി പോണം. സൂരജ് ചേട്ടാ എവിടെയാണോ കട്ട് ചെയ്യുന്നത് ആ പോർഷനിൽ ഹോൾഡിംഗ് പ്രോപ്പർ ആണെങ്കിൽ അത് വരും. ഇത് മീൻ വെട്ടുന്ന കത്തിയല്ല. ആണാണ്, ഇത് നല്ല ഷാർപ്പാണ്. സൂക്ഷിച്ചില്ലെങ്കിൽ കൈ പോകും. ഇനി പറയൂ, രണ്ടുപേരും ആരൊക്കെയാ? ഇതെന്റെ അമ്മ, ഇതെന്റെ വല്യമ്മ. ഇത് അമ്മ, ഇത് വല്യമ്മ. ഇത് ഞാൻ കെട്ടിക്കൊണ്ടുവന്നു. കണ്ടിട്ട് എങ്ങനെ തോന്നുന്നുണ്ടോ? ഇവര് രണ്ടുപേരും എന്ത് ചെയ്തെന്നറിയോ? സൂരജേട്ടന് ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്തപ്പോ ക്യാമറ ഇവിടെ വരുന്നതിന് മുമ്പ് ഇവർ രണ്ടും കൂടെ ഓടി വന്ന് ഇതിനകത്ത് ഒളിച്ച്. എന്താണെന്നറിയോ? സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ. എന്നിട്ട് ഇവിടെ നിന്ന് ഇൻസ്ട്രക്ഷൻസ് പറയാം, അത് ചെയ്യ് ഇത് ചെയ്യുന്നൊക്കെ. എങ്ങനെയൊക്കെയോ അത് ഒഴിവാക്കിയിട്ടുണ്ട്. വാല് കട്ട് ചെയ്തു, സൈഡ് രണ്ടും ഏകദേശം കട്ട്. ഈ വിരലിനെ ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടോ. യെസ്, പതുക്കെ പതുക്കെ. ഇതിന്റെ ഉള്ളിൽ എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, ക്ലീനാണ്. പക്ക. പിന്നെ ഇത് വെച്ച് കട്ട് ചെയ്യാം. അല്ല, എനിക്കിത് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കണം. നല്ല സ്മെല്ലുണ്ട്, നല്ല സ്മെല്ലുണ്ട് എന്നെ മൊത്തം. തട്ടിയും മുട്ടിയും നമ്മൾ എന്തായാലും ഫിഷ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്യണം. പോരാ, അത് തൊലി എടുക്കണം. നമുക്കിത് പേസ്റ്റ് ആക്കണം. ഇനി ഇത് മതി. അപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ നേരിട്ട് ചോദിക്കട്ടെ, നമ്മൾ ഫസ്റ്റ് വന്ന സമയത്ത് നമ്മൾ കൂട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേട്ടോ ഓർമ്മ? മുളക് പൊടി, മല്ലിപ്പൊടി,
മല്ലിപ്പൊടി വേണം മല്ലിപ്പൊടി പറഞ്ഞില്ല. അല്ല മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക് വേണമായിരിക്കും. കാരണം അവിടെ നേരത്തെ വിളിച്ച് ചോദിക്കുന്നുണ്ട് കുരുമുളക് പൊടി എവിടെ നല്ല ഒബ്സർവേഷൻ ആണ്. ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അത് പൊരിച്ചിട്ടാണോ പൊരിക്കുന്നതിന് മുമ്പാണോ? ഉപ്പ് ഉപ്പ്. ഓക്കെ. മുളക് കുറച്ച് കൂടുതലാവാമല്ലോ. അങ്ങനല്ലേ പൊതുവേ. ഇനി ഇതിനെ കുഴയ്ക്കണം അല്ലേ? കൈ കൊണ്ടാണോ? ഒരു സാധനം മിസ്സിംഗ്. നമ്മൾ ഒരു സാധനം പറയാൻ കഴുകൂ. നാരങ്ങ. നാരങ്ങ എത്ര നാരങ്ങ വേണം ഗോപിക? ഒരു നാരങ്ങ ഫുൾ. നാരങ്ങയുടെ പകുതി പോലെ. പകുതി മതി. ആദ്യം ഉപ്പിട്ടോ, എന്നിട്ട് ലാസ്റ്റ് നാരങ്ങ പിഴിഞ്ഞാൽ മതി. ഞാൻ ചെയ്ത് കൊള്ളാൻ കേട്ടല്ലേ. ഞാനൊരു പൊളിക്കും ആണോ? ഇനി ഫിഷ് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തേക്കുക. ഇതിനകത്ത് വെച്ച് തന്നെ അങ്ങ് ചെയ്തു. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്ന് പ്രേക്ഷകരെ കാണിക്കണ്ടേ? സൂരജേട്ടൻ ക്ലീൻ ചെയ്ത് സൂരജേട്ടൻ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ച ഷെഫ് സൂരജ് ഫ്രം പെരുന്താനിയാണ് മീൻ ഫ്രൈ. യെസ്. എന്ത് തോന്നുന്നു? ഇത്രയൊക്കെ പറ്റും? നമ്മൾ തുടങ്ങിയ സമയത്ത് വിചാരിച്ചായിരുന്നു ഇത്രയൊക്കെ പറ്റും? കഴിച്ച് സന്തോഷത്തോടെ പോയാൽ ഞാൻ അഭിമാനിക്കും. ആണോ? സന്തോഷത്തോടെ അല്ലാതെ പോയാൽ ഞാൻ ഇനിയും വീണ്ടും ട്രൈ ചെയ്യുന്നു പറ ഇനിയും. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലോട്ട് പോവാം. ഇത് റെസ്റ്റ് ചെയ്യട്ടെ. നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചു. ഒരു 10 മിനിറ്റ് എന്തോ വെക്കണം എന്നല്ലേ ഗോപിക പറഞ്ഞത്. ആ 10 മിനിറ്റ് വെക്കുന്ന സമയം കൊണ്ട് സൂര്യചേട്ടൻ ഗാർലിക്കും ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തൊന്ന് ഇടാനായിട്ട്. വൻ സെറ്റപ്പാ അല്ലേ? അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫ്രൈ ചെയ്യുമല്ലോ, നമുക്ക് നോക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചോ. മീൻ ഇട്ടാ മതി. ഒന്ന് ജസ്റ്റ് ഒന്ന് ആ സർഫസ് ഒന്ന് ശരിയാക്കാം. നമ്മളെ പൊസിഷൻ ഒന്ന് ശരിയാക്കാം. അതിന്റെ അടിയിൽ മറ്റേ നേരത്തെ നമ്മൾ ഇട്ടതുണ്ടല്ലോ. എത്ര നേരം വേണം എന്നറിയോ ഇത്? ആണോ? വേണമെങ്കിൽ ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ്? ഞാൻ മീൻ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ ഫോണിനകത്ത് ടൈമർ വെക്കും 5 മിനിറ്റ്, എന്നിട്ട് തിരിച്ചിടും. ഇപ്പൊ തിരിച്ചിടണ്ടേ? സമയം കഴിഞ്ഞല്ലോ. കുഴപ്പമില്ല, എന്നാലും ഏകദേശം ഞാൻ വിചാരിച്ചതിനേക്കാളും നന്നായി. പക്ഷെ നല്ല സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട് അല്ലേ? അവസാനം ഇത് പണി കിട്ടിയത് എനിക്കാ. കാരണം ഉണ്ടല്ലോ, എന്റെ ദേഹം മുഴുവൻ എനിക്ക് മീനിന്റെ സ്മെല്ല്. കട്ട് ചെയ്തത് ഇങ്ങനെയല്ലായിരുന്നോ? ഫിഷ് എടുത്ത് നമ്മുടെ പ്ലേറ്റ് താണ്ട്. ഓക്കെ, അപ്പൊ ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഗോപിക എന്തായാലും വിളിക്കാം. ഗോപികയാണല്ലോ പണി തന്നത്. ഗോപികയെ കൊണ്ട് ആദ്യം ടേസ്റ്റ് ചെയ്യിപ്പിക്കാം. ഗോപിക, ഇത് മൊത്തം പൊടിഞ്ഞു. കാണാൻ ഇഷ്ടപ്പെട്ടോന്നല്ല, കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടോ. ഗോപിക ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. കൈ കൊള്ളുന്നു. കൊള്ളോ?
സൂര്യദേട്ടൻ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാൻ പഠിച്ചു. അതെ. അപ്പൊ നന്നായിട്ട് പെർഫോം ചെയ്തത് കാരണം ഒരു ചെറിയൊരു സെഷനും കൂടെ ഉണ്ട്. അതായത് ഞാനും ഗോപികയും കൂടി ഇനി ഒരു ഗെയിം കളിക്കും. അതിനകത്ത് ഗോപിക ജയിച്ചു കഴിഞ്ഞാൽ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു സമ്മാനം നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ട് പോകുന്നതായിരിക്കും. ഓക്കെ ആണോ? വെൽക്കം ബാക്ക് ടു ഫൺ ഫാമിലി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫിഷ് ഫ്രൈ ടാസ്ക് ഒക്കെ ഇവിടെ അവസാനിച്ചു. ഇനി അടുത്തതായിട്ട് സൂര്യ കോമഡിയുടെ വക ഒരു നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ഗോപികയ്ക്കും സൂരജേട്ടനും കൊടുക്കണം. പക്ഷെ ഒരു ചെറിയ പണി അതിൻ്റെ ഇടയ്ക്കുണ്ട്. അതായത് ഗോപികയും ഞാനും കൂടെ ഒരു ഗെയിം കളിക്കും. അതിനകത്ത് ഗോപിക ജയിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ ആ ചെറിയ ടോക്കൺ ഓഫ് ഗിഫ്റ്റ് അവർക്ക് കൊടുക്കുക. സോ ഗോപിക റെഡിയാണോ? ഓക്കെ, റെഡിയാണ്. ഇതിനകത്ത് ഏതാ? ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് ടാസ്കിൻ്റെ. അപ്പോൾ 1 2 3 3 കാർഡ് ഉണ്ട്. ഇതിനകത്ത് ഏത് കാർഡ് വേണം ഗോപികയ്ക്ക്? ഈ കാർഡ് എടുത്തോ. ഈ കാർഡിനകത്താണ് നമ്മളുടെ ഗെയിം ഇരിക്കുന്നത്. ഓക്കെ. സോ ഇതാണ് ഗോപിക ചൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് വേണ്ടി നമുക്ക് സെറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്യണമല്ലോ. അപ്പോൾ സെറ്റിംഗ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഗെയിമിലേക്ക് കടക്കാം. ഗോപിക ജയിക്കുമോ? ജയിക്കണം. ഞാനും ജയിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. നമ്മൾ ഈ പ്രോപ്പർട്ടീസ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് വരാം. നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഗോപികയ്ക്ക് ഇത് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഇല്ല, ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ഗോപികയുടെ കളറ്, ഇത് എൻ്റെ കളറ്. നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യണം. അപ്പൊ ഇത് നേരെ വീഴണം. ഇപ്പൊ ഗോപിക ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഇത് നേരെ വീണ് കഴിഞ്ഞാൽ ഗോപികയുടെ ബോട്ടിൽ ഇവിടെ പോകും. ഞാൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഫ്ലിപ്പ് ആയില്ലെങ്കിൽ ഗോപികയ്ക്ക് പിന്നെ ഫ്ലിപ്പ് ചെയ്യാം. ഇപ്പൊ ഞാൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഫ്ലിപ്പായ എൻ്റെ മൂവ് ചെയ്യും. അങ്ങനെ മൂവ് ചെയ്ത് ആരുടെ ബോട്ടിലാണോ ആ എൻഡിൽ എത്തുന്നത് അവരാണ് ജയിക്കുന്നത്. അപ്പൊ എന്തായാലും ആദ്യം ഗോപിക തന്നെ ഫ്ലിപ്പ് ചെയ്തോ. എനിക്ക് ഫ്ലിപ്പ് ചെയ്യാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, ഗോപിക ആദ്യം തന്നെ ഫ്ലിപ്പ് ചെയ്തോ. ഒരു ബസർ സൗണ്ട് കേൾക്കും. ബസർ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഓ മൈ ഗോഡ്, ഗോപികയ്ക്ക് ഒരു പോയിന്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനാണ് ഫ്ലിപ്പ് ചെയ്യാൻ പോകുന്നത്. ഒരു പോയിന്റ് എങ്കിലും കിട്ടണം എനിക്ക്. ഓ ജസ്റ്റ് മിസ്. ഓക്കെ, 2 പോയിന്റ് ആയി. എനിക്ക് ഒരു പോയിന്റ് എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. ഇനി എനിക്ക് തോറ്റാലും വേണ്ടിയില്ല, ഒരു പോയിന്റ് എങ്കിലും കിട്ടിയല്ലോ. ഇനി ഗോപികയ്ക്ക് ഒരു പോയിന്റ് കൂടെ കിട്ടിയാൽ ഗോപിക ജയിക്കും. അപ്പൊ ഗോപിക നന്നായിട്ട് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഓവറോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് മൊത്തം ത്രൂ ഔട്ട് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ വന്ന് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ കുറേ നല്ല ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് നമ്മൾ ഒന്നിച്ച് സ്പെൻഡ് ചെയ്തു. സോ സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റാണ് നമ്മൾ ഗോപികയ്ക്കും ഫാമിലിക്കും വേണ്ടി കൊടുക്കാൻ പോകുന്നത്. ഹസ്ബൻഡിനെയും മക്കളെയും കൂടെ ഒക്കെ ഒന്ന് വിളിച്ചാലോ, എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞാൻ ഗിഫ്റ്റ് തരാം. ഓക്കെ. സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു സമ്മാനമാണ് നിങ്ങൾക്ക് ഞങ്ങൾ തരാൻ പോകുന്നത്. അത് ഒരു ഡിന്നറാണ്. ഓക്കെ. അതിനോടൊപ്പം തന്നെ വേറെയും കുറേ സമ്മാനങ്ങളുണ്ട്. 100% നിങ്ങളുടെ കൈകൾക്കും വസ്ത്രങ്ങൾക്കും സുരക്ഷിതത്വം നൽകുന്ന 100% വെജിറ്റബിൾ ഓയിലിൽ നിർമ്മിച്ച സൺറൈസ് ലിക്വിഡ് ഡിറ്റർജന്റ്. മാമിയ വെൽനസ് ചർമ്മ സംരക്ഷണത്തിന് പുതിയ ആയുർവേദ ചേരുവകളിലൂടെ വികസിപ്പിച്ചെടുത്ത മാമിയ വെൽനസ് കോസ്മെറ്റിക് പ്രോഡക്ട്സ്, ദ കംപ്ലീറ്റ് അക്വിസിഷൻ ഓഫ് ഹാപ്പിനെസ്. കൊഴിഞ്ഞെല്ലാം കഴിഞ്ഞ മട്ടാണോ? വഴിയുണ്ട്. പഴയതിലും കരുത്തോടെ വളരുവാൻ അഴകുള്ള മുടികൾക്ക് വേണ്ടി മാളിയേക്കൽ ഹെയർ ഓയിൽ. ഗിഫ്റ്റ് സ്പോൺസേർഡ് ബൈ നാവിനും മനസ്സിനും രുചി പകരുന്ന സ്നാക്സുമായി ലാ ക്രിസ്പോ ഹെബ്രോൺ ഗ്രൂപ്പ്. ആൻഡ് ഇത് മാത്രമല്ല, സൂര്യ കോമഡിയുടെ വക നല്ല അടിപൊളി ഒരു ഗിഫ്റ്റും നിങ്ങൾക്കുണ്ട്. താങ്ക് യു സോ മച്ച് ഗോപിക, താങ്ക് യു സോ മച്ച് സൂര്യചേട്ടാ. ഇനി അടുത്തത് നമുക്ക് ഡിന്നറിന് പോകണ്ടേ? പിന്നെ നമുക്ക് ഡിന്നറിന് പോവാം.
കപ്പിളായ സൂരജും ഗോപികയും ഇവിടെ എത്തിയിട്ടുണ്ട്. സൂര്യ കോമഡിയുടെ ഫൺ ഫാലിമി ഗെയിമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിന്നറായിരുന്നു. അപ്പം ഞങ്ങൾ പ്രോമിസ് ചെയ്തതുപോലെ മൗര്യ രാജധാനി ഹോട്ടൽ നൽകുന്ന ഡിന്നർ കൂപ്പണാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതാ പിടിച്ചോ, രണ്ടുപേരുടെ. നമുക്ക് ഡിന്നറിന് പോവാം. വാ. സോ നിങ്ങളെങ്കിൽ പോയി ഡിന്നർ എൻജോയ്. ഓക്കെ, ഞാൻ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. കാര്യം താങ്ക് യു. ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ എൻജോയ് ചെയ്തോ. ഇതുപോലുള്ള ഹാപ്പി ഫൺ മൊമെൻറ്റ്സിനായി നിങ്ങൾ സൂര്യ കോമഡി ഫൺ ഫാലിമി ടീമിനെ കോൺടാക്ട് ചെയ്യേണ്ടതാണ്. മെയിൽ ഐ ഡി താഴെയുണ്ട്. അപ്പോൾ കൂടുതൽ ടാസ്കും ഗെയിം സെഗ്മെൻറ്റ്സുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. ടിൽ ദെൻ ദിസ് ഇസ് മീ ശ്രീനിധി സമൃദ്ധ സൈനിങ് ഓഫ് ഫ്രം ഫൺ ഫാലിമി. ബൈ.